ഹലോ ട്രേഡേഴ്സ്, ഞാൻ സിയാദ് ഇല്ലിക്കൽ. തിങ്കളാഴ്ച ദിവസം സെബിയുടെ ഭാഗത്തു നിന്ന് ഡെറിവേറ്റീവ് മാർക്കറ്റിനെ സംബന്ധിച്ച് കുറച്ച് കറപ്സൊക്കെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ന്യൂസാണ്. എഫ്.എൻ.ഒയിൽ ട്രേഡ് ചെയ്ത് ഒരുപാട് കാശ് ആളുകൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ശരിയാണ്, 96% ട്രേഡേഴ്സ് എഫ്.എൻ.ഒയിൽ ലോസ് വരുത്തുന്നുണ്ട്. 96% ട്രേഡേഴ്സാണ് ഈ ഇന്ത്യൻ മാർക്കറ്റിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ആളുകൾ നഷ്ടം വരുത്തുന്നത്. 1.86 lakhs crores ഇന്ത്യൻ മാർക്കറ്റിൽ ജസ്റ്റ് വാനിഷായി പോയത്. പല ന്യൂസ് ചാനലുകളിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ പല ആളുകളും പറയുന്നത് ഡെറിവേറ്റീവിന് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിന് ഒരു പ്രത്യേക ഒരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഇതൊരു പാപമാണെന്ന് എന്നുള്ള പെർസ്പെക്റ്റീവിൽ ആളുകൾ ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. ഇതെന്തോ വലിയ ഭീകര വസ്തുവാണ് എന്നുള്ള രീതിയിൽ ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. ഞാൻ ഡെറിവേറ്റീവിലേക്ക് ഇല്ല എന്ന് ശപഥം ചെയ്ത് കുറേ ആളുകളുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് നമുക്ക് ഇന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. കൂടാതെ തന്നെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ലാസ്റ്റ് വൺ ഇയർ എടുക്കാൻ കാരണം ലാസ്റ്റ് 1 ഇയറിലാണ് നമുക്ക് ഇന്ത്യയുടെ ഇലക്ഷൻ സംഭവിച്ചത്, എക്സിറ്റ് പോൾ ഫലം, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഈ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂസിൽ പറയുന്ന ഞാൻ പ്രോഫിറ്റാണോ അതോ ലോസ് ആണോ, ഞാൻ 96% ആളുകളിലെ ഒപ്പമാണോ ഞാൻ, അതോ 4% വിൻ ചെയ്ത ആളുകളുടെ ഒപ്പമാണോ ഞാൻ എന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ ജസ്റ്റ് ഒരു PNL കാണുക എന്നുള്ള ഇതല്ലാതെ ഇന്നത്തെ വീഡിയോ, മറിച്ച് ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ കാർഡ് കയറും മുമ്പ് ഞാൻ എൻ്റെ PNL കഴിഞ്ഞ ഒരു വർഷത്തെ എടുക്കാം, അതിനുശേഷം ഒന്ന് സംസാരിച്ച് തുടങ്ങാം. സെറോദ ഓപ്പൺ ചെയ്തു. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സെറോദ അക്കൗണ്ടാണ്. സെറോദയിൽ കഴിഞ്ഞ വർഷത്തെ ആദ്യം നമുക്ക് ഡെറിവേറ്റീവ് ആണല്ലോ വില്ലൻ. ഡെറിവേറ്റീവ് നോക്കാം. ജസ്റ്റ് ഡേറ്റ് റേഞ്ച് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ 2024 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് 2023 ആക്കാം. സെപ്റ്റംബർ 27 തന്നെ അല്ലേ, 26 എടുക്കാം. കഴിഞ്ഞ ഒരു വർഷം, ഈ ഒരു വർഷത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലെ എക്സിറ്റ് പോൾ ഫലവും അന്നത്തെ 600 പോയിൻറ്റിൻ്റെ ഇടിവും പിന്നീട് ഇലക്ഷൻ സമയത്ത് തിരിച്ചു കയറ്റവും ഉക്രൈൻ റഷ്യ വാറും ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉൾപ്പെട്ട ഒരു വർഷമാണ്. സംഭവ ബഹുലമായ ഒരു വർഷമാണ്. നമുക്ക് നോക്കാം എഫ്.എൻ.ഒയിൽ എന്താണ് എൻ്റെ ഒരവസ്ഥ എന്ന് നോക്കാം. 27,30,50,000 രൂപയാണ് ഡെറിവേറ്റീവിൽ ഞാൻ കഴിഞ്ഞ ആ ഒരു പീരീഡിൽ നേടിയിട്ടുള്ളത്. ഇവിടെ ലോസ് ഉണ്ടല്ലേ, ഈ റെഡ് കാണുന്നതെല്ലാം തന്നെ ലോസാണ്. ഒക്ടോബറിൽ 2 ലോസ്, നവംബറിൽ ലോസ് 1, ഡിസംബറിൽ 4 ലോസ്, ജാനുവരിയിൽ 2 ലോസ്, ഫെബ്രുവരിയിലും മാർച്ചിലും എനിക്ക് ലോസ് ഇല്ല. അതാണ് ഏറ്റവും കണ്ടിന്യൂസ് വിന്നിങ് സ്ട്രീക്ക് ഉള്ളത്. ഏപ്രിലിൽ എത്രയാണ് 3 ലോസ്, മെയ്യിൽ 2 ലോസ്, ജൂണിൽ 2, ജൂലൈയിൽ 1, ഓഗസ്റ്റിൽ 1, സെപ്റ്റംബറിൽ ഇപ്പോൾ ഈ മാസം കറണ്ട് മാസം 4 ലോസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയാണ് ലോസ് ഉണ്ടാവാതെ ഇരിക്കുന്നില്ല, ലോസ് ഉണ്ട്, പക്ഷേ ഓവറോൾ പ്രോഫിറ്റിലാണുള്ളത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ലോസ് ഉണ്ടാവും. 27 ലക്ഷം രൂപ ഡെറിവേറ്റീവിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിലെ ചാർജസും കാര്യങ്ങളെല്ലാം തന്നെ കാണാം, റിഫ്രഷ് ചെയ്യാം. ഇതിൻ്റെ വെരിഫൈഡ് PNL ഞാൻ താഴെ ഫസ്റ്റ് കമൻറ്റിൽ മീൻസ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. വീണ്ടും കൊടുക്കാം. എവിടെയാണ് നമുക്ക് വേണ്ടത്? 2023 അല്ലേ, 2023 സെപ്റ്റംബർ 26 കറക്റ്റ് അല്ലേ, 27.35 അല്ലേ, കറക്റ്റ്. അപ്പോൾ ഇതിന് ശേഷം ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നില്ല. എൻ്റെ ജീവിതം ഫുൾ F.N.O ആണെന്ന് വെച്ചാൽ അല്ല. അതെ, ഇക്വിറ്റിയിൽ ഞാൻ എടുക്കാം. ഇക്വിറ്റി നേരെ എടുത്തു. ഇക്വിറ്റി എത്രയാണ്? 12.36. അപ്പോൾ 12.36 നേരെ നമ്മൾ കണ്ടത് 27,39 ലക്ഷം രൂപ ആണ് കഴിഞ്ഞ ഒരു വർഷം ഇട്ടിട്ടുള്ളത്. ഞാൻ ഡെറിവേറ്റീവാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഇക്വിറ്റിയിൽ ഇൻട്രാഡേ അങ്ങനെ പൊതുവേ ചെയ്യാറില്ല. ഇക്വിറ്റിയിൽ നിക്ഷേപവും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിലേക്ക് തിരികെ വരാം. അപ്പോൾ ഇപ്പോൾ വീണ്ടും കാണിക്കാം. 27 ഇക്വിറ്റിയിലും കൂടി ഏകദേശം ഒരു 39 ലക്ഷം രൂപയുടെ അടുത്ത് 1 ഇയർ പ്രോഫിറ്റ് ഉണ്ട്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് തിരികെ വരാം. അപ്പോൾ ഇപ്പോൾ കാണിച്ച പ്രോഫിറ്റ് ചില ആളുകളെ സംബന്ധിച്ച് വളരെ ചെറിയൊരു ഫിഗർ ആവാൻ കാരണം നിങ്ങൾ കണ്ടിട്ടുള്ളത് വളരെ കോടികളുടെ പ്രോഫിറ്റാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് 96% പെട്ട ആ ഒരു ശതമാനത്തിൽ ആളല്ല ഞാൻ. നിങ്ങളുടെയും പ്രോഫിറ്റ് ഒരു 1000 രൂപയാവട്ടെ, അതിൽ 5000 രൂപയാവട്ടെ, അതല്ലെങ്കിൽ ഒരു 1 ലക്ഷം രൂപയാവട്ടെ, നിങ്ങളും അഭിമാനം കൊള്ളുക. കാരണം നിങ്ങൾ വിജയിച്ച 4% പെട്ട ആളുകളാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് പല ഇൻസ്റ്റാഗ്രാം ചാനലുകളിലും അല്ലെങ്കിൽ പല യൂട്യൂബിലും ഒക്കെ ആളുകൾ ഇതിനെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്ത് ഇത് വളരെ ലക്ഷറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മാർഗ്ഗമായിട്ടാണ് ആളുകൾ ട്രേഡിംഗ് എന്ന് കാണുന്നത്. അതല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഫിനാൻഷ്യൽ ബേർഡൻസ്, കടം,
അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ബാധ്യതകൾ ഇതെല്ലാം തന്നെ വീട്ടാൻ പറ്റുന്നുള്ളൊരു മാർഗ്ഗമായിട്ടാണ് ആളുകൾ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളൊരു മാർഗ്ഗമല്ല. ട്രേഡിങ് വളരെ ഡിഫിക്കൽട്ടായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ട്രേഡിങ് വളരെ ഇമോഷണലി സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ സ്പിരിച്വലായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഒരുപാട് ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആളുകൾ ഡയറക്ട്ലി മീറ്റ് ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം രൂപ വരെ കടം വന്ന ആളുകളെ ഞാൻ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഏകദേശം ഒരു 6000-ഓളം ട്രേഡേഴ്സിൻ്റെ അടുത്ത് ഇരുന്ന് ഫേസ് ടു ഫേസ് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ട്രേഡിങ്ങിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന റിവാർഡ് വളരെ വലിയതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്ത ആദ്യം മാറ്റുക. വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകേണ്ട ഒരു പ്രോസസ്സാണ് ട്രേഡ്. ഒരു ലോട്ടൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ട്രേഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ സ്റ്റോക്കുകൾ ബൈ ചെയ്യും. ഞാൻ ഗവൺമെൻറ് ഡെപ്റ്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ആ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ലോങ് ടൈം ആയിട്ട് ഞാൻ കയറും, നിക്ഷേപിക്കും. അതിനുശേഷം ഈ സ്റ്റോക്കുകളെ ഞാൻ എൻ്റെ ബ്രോക്കറിന് പണയപ്പെടുത്തും, ഫണ്ട് റൈസ് ചെയ്യും. ചാർജസ് ഒന്നുമില്ല, പലിശയില്ല. ഈ ഫണ്ട് കൊണ്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആർ ഒ എന്ന് പറയുന്നത്, എൻ്റെ ക്യാപിറ്റൽ ഓൾറെഡി തന്നെ എൻ്റെ ആർ ഒ ബീറ്റ് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ ആണ്. കാരണം 12 എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് എനിക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് എനിക്ക് പലിശകൾ കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് കടപ്പത്രങ്ങളിൽ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വരുന്നത് എൻ്റെ ബാങ്കിലാണല്ലേ. എൻ്റെ സ്റ്റോക്കിൽ നിന്ന് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. ഇതെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഓൾറെഡി തന്നെ ബുക്ക് ചെയ്യാതെ കിടക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ എത്രയോ പ്രോഫിറ്റ് ഉണ്ട്. ആ ഫണ്ടുകളെ ഞാൻ പണയപ്പെടുത്തിയാണ് ഞാൻ ഓപ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്ഷനിൽ എത്ര പെർസെൻറ്റേജ് ആണ്, എത്ര ROE ആണ്, അതിലൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ അസറ്റിനെ എല്ലാം തന്നെ സേഫായിട്ട് വേറെ സ്ഥലത്ത് വെച്ച് അതിനെ ഞാൻ പണയപ്പെടുത്തിയിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഓപ്ഷനെ ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഓപ്ഷൻ ആളുകളെ പഠിപ്പിക്കുന്നതും ഈ ഒരു രീതിയിലാണ്. ഒരുപാട് പ്രതീക്ഷിക്കരുത്. നമ്മളുടെ ഫണ്ടുകളെ നമ്മൾ പല രീതിയിൽ അലോക്കേറ്റ് ചെയ്തതിന് ശേഷം പല അസറ്റ് ക്ലാസ്സുകളായിട്ട് അലോക്കേഷൻ നടത്തുക. അതിനെ നമ്മൾ പണയപ്പെടുത്തി ഓപ്ഷൻ ചെയ്യുക. ഓപ്ഷൻ ചെയ്യുമ്പോഴും വളരെ നമുക്ക് കൊതി വരുന്ന ഒരുപാട് പ്രീമിയംസ് ഉണ്ട്. അപ്പോൾ ആ പ്രീമിയംസിലൊന്നും കയറണ്ട. പതിയെ മുന്നോട്ട് പോവുക. വലിയ ലോസ് വരാണെങ്കിൽ ഇന്നും ബ്രേക്ക് എടുക്കുക, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. എൻ്റെയും പിന്നിൽ നിങ്ങൾ കണ്ടുല്ലേ, ലോസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോസിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റിൻ്റെ ദിവസത്തിൻ്റെ എണ്ണം കൂട്ടിയാൽ തന്നെ ലോസ് വരും. 1:2 എന്ന് പറഞ്ഞ റിസ്ക് റിവാർഡിൻ്റെ അർത്ഥം എന്താ? ലോസ് ഉണ്ടാകുമ്പോൾ 100 രൂപയും പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ 200 രൂപ എന്നല്ലേ. അപ്പോൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ എണ്ണം കൂട്ടുക, ഉണ്ടാക്കുന്ന ലോസിൻ്റെ എണ്ണം കൂട്ടിയാൽ തന്നെ, ലോസിൻ്റെ എണ്ണം കുറച്ചാൽ തന്നെ നെറ്റ് പ്രോഫിറ്റ് അല്ലേ. ഇത് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് ആണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താ പറയുക, സെൻസിബിളായിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ വളരെ ലോജിക്കൽ മൈൻഡ് കൊണ്ട് ചിന്തിക്കുന്ന മാത്തമാറ്റിക്സ് ആണ്. ഇതിൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തേക്കാം, ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയാണ് പ്രോഫിറ്റ് ഉള്ളൂ, എൻ്റെ മെൻറ്ററിന് ഇതിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. എൻ്റെ പ്രോഫിറ്റ് ഇതാണ്, ഞാനിതിൽ ഹാപ്പിയാണ്, ഞാനിതിൽ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻറ്റിനെയും പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.